ഹലോ ഗൈസ്, നമ്മളിന്നൊരു വ്യത്യസ്തമായ വീഡിയോ ആണ് ഗൈസ് ചെയ്യുന്നത്. നമ്മളിന്ന് ലഡ്ഡു ഉണ്ടാക്കാൻ പോവാണ്. അതിനു വേണ്ടി ആദ്യമായിട്ട് നമുക്ക് ആവശ്യത്തിന് കടലമാവ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണ്ടത്രയും കടലമാവ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ആവശ്യത്തിന് ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കാം. നല്ല രീതിയിൽ തന്നെ ഡിസ്ക് വെച്ച് ആ ഉപ്പൊന്ന് ഇളക്കി കൊടുക്കാം. ആ ഉപ്പും കടലമാവും കൂടെ നന്നായിട്ട് ചേരണം. അതിനുവേണ്ടിയാണ് ഇളക്കി കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഇച്ചിരി വെള്ളം വേണം കേട്ടോ. ഈ മാവ് നല്ലൊരു കുഴമ്പ് പരുവത്തിൽ കലക്കി എടുക്കാനായിട്ടാണ്. ഇച്ചിരിയായിട്ട് ഒഴിച്ച് കലക്കുന്നതായിരിക്കും നല്ല. അല്ലെ കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. കട്ട പിടിക്കാതെ വേണം നമുക്ക് എടുക്കാൻ. ചെറിയ രീതിയിൽ വേണേൽ ഒഴിച്ചു കൊടുത്ത് ചെയ്യാൻ. ഇതൊരു കുഴമ്പ് പരുവം ആവുന്നിടം വരെ തന്നെ ഇളക്കി കൊടുക്കണം. നല്ല രീതിയിൽ ഇളക്കിയതിന് ശേഷം കുഴമ്പ് അരുവാവുന്നതാണ്. കട്ടയൊന്നും ഇല്ലാതെ വേണം കിട്ടാൻ. ഇപ്പം ഇതിനകത്ത് കട്ടയൊന്നും കാണുന്നില്ല. ഇനി കുറച്ചുകൂടി ഇത് കലക്കി കുഴമ്പ് അരുവാക്കണം. ഇപ്പം ഇതൊരു കുഴമ്പ് ആക്കിയിട്ടുണ്ട്. ലൂസാവാനും പാടില്ല, ടൈറ്റ് ആവാനും പാടില്ല. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മാത്രം എടുക്കുക. ഇനി നിങ്ങൾ ഫുഡ് കളർ ആഡ് ചെയ്യുന്നെങ്കിൽ അവസാന ഘട്ടം ആഡ് ചെയ്യുക. അല്ലാതെ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നെങ്കിൽ അതിപ്പോൾ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇത് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണേ. നമുക്കിനി 10 മിനിറ്റ് റെസ്റ്റ് ചെയ്തിട്ട് കാണാം. നമ്മൾ 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി നമ്മളൊരു പാത്രത്തിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എണ്ണ തിളച്ച് വരുന്നോന്ന് നമുക്ക് അറിയാനായിട്ട് ഒരു ടെസ്റ്റ് ഉണ്ട്. നമ്മൾ ആ മാവേൽ ഒരു ഇച്ചിരിയും എടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് പൊങ്ങി വന്നതിനെ പൊങ്ങി വന്നില്ലേ തിളച്ചില്ല. പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കൊരു ഇച്ചിരി കൂടെ തിളയ്ക്കാൻ വെക്കാം. ഒരു നന്നായിട്ട് തിളക്കട്ടെ ഇച്ചിരിയും കൂടെ. എന്നാലും എളുപ്പം അത് കോരി എടുത്ത് മാറ്റാൻ പറ്റുള്ളൂ. നമുക്കിനി ഒരു ഗീഴ്ത്ത പാത്രത്തിൻ്റെ അടിയിൽ ഒരു പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. കാരണം ഗീഴ്ത്ത പാത്രത്തിൽ നിന്ന് വരുന്ന എണ്ണ ആ പ്ലേറ്റിലേക്ക് പൊക്കോളും. നമുക്കത് കോരി എടുത്ത് അങ്ങനെ ഇടാനായിട്ടാണ്. നമ്മളിനിയും അടുപ്പ് ലോ ഫ്ലെയിമിലിടുക. എണ്ണ ഇപ്പം നല്ല രീതിയിൽ തിളച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കിനി ലോ ഫ്ലെയിമിലിട്ട് കണ്ണാപ്പത്തവി വെച്ച് നമുക്കൊരു കണ്ണാപ്പത്തവി ആവശ്യമുണ്ട്. അതുകൊണ്ട് നമ്മൾ കണ്ണാപ്പത്തവി ഇങ്ങനെ വെക്കുന്നതിന് ശേഷം ഈ മാവ് ഒരു ഇങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നീക്കി കൊടുക്കുക. ഒരേ സ്ഥലത്ത് വെക്കൽ നീക്കി കൊടുക്കുക. ഇങ്ങനെ നീക്കി കൊടുത്ത് ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ നമുക്ക് ഇച്ചിരി ഒരു 10 സെക്കൻഡ് ഇങ്ങനെ അതിനെ വേവിച്ചെടുക്കണം. അധികം കരിയാനും പാടില്ല, അധികം ഇതാവാൻ പാടില്ല. ഈ ഒരു പരുവാകുമ്പോഴത്തേനും നമ്മൾ കോരിയെടുക്കണം. നമ്മളിപ്പോൾ ഈ കോരിയെടുത്തിടുന്ന സാധനത്തിൻ്റെ പേര് ബൂന്തി എന്നാണ്. നമുക്കിത് നമ്മുടെ മാവ് അത്രയും ഇതേപോലെ ചെയ്യാം. ആദ്യത്തെ ഒരു സെറ്റ് നമ്മൾ കോരി മാറ്റുവാണ്. കണ്ണാപ്പത്തവി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ണാപ്പത്തവി 2 ഉണ്ടെങ്കിൽ അത് വെച്ച് തന്നെ ഇങ്ങനെ കോരി എടുത്ത് മാറ്റാം. അപ്പോൾ നമ്മൾ ബൂന്തി റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മൾ ബൂന്തി. നമുക്കിനിയും ചെയ്യണതെന്ന് വെച്ചാൽ വേറൊരു പാൻ എടുക്കണം കേട്ടോ. വേറൊരു പാൻ എടുത്ത് അതിലേക്ക് ഞാനിപ്പോൾ എടുത്ത നിങ്ങളിപ്പോൾ എടുത്ത കടലമാവ് എത്രയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് പഞ്ചസാര ഇടാവുള്ളൂ. അപ്പം ഞങ്ങളിവിടെ 1.5 കപ്പ് പഞ്ചസാരയും ഇച്ചിരി വെള്ളം കൂടെ എടുത്ത് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുവാണ്. 1/2 കപ്പ് വെള്ളം മതി. അല്ലെങ്കിൽ നമ്മുടെ ആ ബൂന്തിയായിട്ട് കറക്റ്റ് മിക്സായി വരത്തില്ല. നമുക്ക് ഈ പഞ്ചസാര എല്ലായിടത്തും ബബിൾ വരണം വരെ തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇങ്ങനെ എല്ലായിടത്തും ബബിൾ വന്നിട്ടുണ്ട്. ഇതാണ് നമുക്കിപ്പോൾ വേണ്ട ആ ഒരു പരുവം. ഈ പരുവത്തിൽ നമുക്ക് നമ്മുടെ പഞ്ചസാര പാനീയം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ ബൂന്തി ഇട്ട് കൊടുക്കാവേ. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച നമ്മുടെ ബൂന്തി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുവാണ് നല്ല രീതി ഫുള്ളും. അതിനുശേഷം നല്ല രീതിയിൽ ഇളക്കിയതിന് ശേഷം ഇത് ഒരു
ഇച്ചിരി ഏലക്ക പൊടിച്ച് ചേർത്ത് കൊടുക്കണം. ഞങ്ങൾ ഏലക്ക പൊടിച്ച് ചേർത്തായിരുന്നു, അത് വീഡിയോ മിസ്സായിപ്പോയി ഗൈസ്, അതുകൊണ്ട് അത് കാണിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ഏലക്ക പൊടിച്ച് ചേർക്കേണ്ടതാണ് നിങ്ങളെല്ലാവരും. അപ്പോൾ ഇത് നമുക്കിങ്ങനെ വെച്ചതിന് ശേഷം അവിടെ അടപ്പ് വെച്ച് മൂടാം. നമുക്കിനി ഇതിനെ അടപ്പ് വെച്ചൊന്ന് മൂടിക്കൊടുക്കാം. അപ്പം ഞങ്ങളിതാ അടപ്പ് വെച്ച് ഇത് മൂടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ജസ്റ്റ് നമ്മൾ അടുപ്പങ്ങ് ഓഫാക്കിയതിന് ശേഷം, സ്റ്റവ് ഓഫാക്കിയതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് ഇച്ചിരി നെയ്യ്, ഞാനിപ്പോൾ 2 സ്പൂണ് നെയ്യ് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വേണ്ട കശുവണ്ടിയും മുന്തിരി ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് ആദ്യം കശുവണ്ടി ഇത് തിളച്ച് വരുമ്പോഴത്തേനും ചൂടായി വരുമ്പോഴത്തേനും കശുവണ്ടി ഇട്ട് കൊടുക്കാം. അല്ലാതെ നിങ്ങൾക്ക് നെയ്യാണെങ്കിൽ നമ്മുടെ ബൂന്തിയിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ ഇങ്ങനെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് കോരെടുത്തിന് ബാക്കി വരുന്ന അങ്ങ് ഇട്ട് കൊടുക്കുവാണ്. നമ്മൾ ആദ്യം കശുവണ്ടി ഒന്ന് എടുക്കുവാണ്. ഇനി നമുക്കിതിലേക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം. മുന്തിരി മൂപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് ഈ രണ്ടെണ്ണവും കൂടെ നമ്മുടെ ബൂന്തിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളപ്പോൾ അത് രണ്ടും ബൂന്തിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ ഫുൾ നെയ്യും കൂടെ ചേർത്തിട്ടുണ്ട്. നെയ്യ് ഒഴിച്ച് നല്ല രീതിയിൽ മിക്സ് ആക്കിയതിന് ശേഷം നമ്മളിത് ഉരുട്ടിയെടുക്കാം ചെറിയൊരു ചൂടോടെ. ഞങ്ങൾ ഉരുട്ടുന്നത് മിക്സായിപ്പോയി ഗൈസ്. ഞങ്ങളിപ്പോൾ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇത് ഫ്രീസറിലൊന്നും ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട. വെളിയിൽ കുറച്ച് നേരം ചൂടാറാൻ വെച്ചാൽ മതി.